എല്ലാ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ അറിയിക്കുന്നു. നാളെ മേടം 1-ാം തീയതിയാണ്. പല പ്രതീക്ഷകളോടുകൂടിയും വരുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറന്ന് നല്ലൊരു വർഷമായി തീരുമെന്നുള്ള പ്രതീക്ഷയോടാണ് എല്ലാ ജനങ്ങളും കാത്തിരിക്കുന്നത്. മേടമാസം 1-ാം തീയതി മുതൽ ഓരോ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളും പരിഹാരങ്ങളും ഞാൻ പറയുന്നതാണ്. ആദ്യമായിട്ട് അശ്വതി നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലമാണ്. പൊതുവെ പറയുകയാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് 2025 നല്ലതാണ്. മേടമാസം 1-ാം തീയതി മുതൽ ഇവർക്ക് ഒന്നും കൂടി മേന്മയായിട്ട് കാണുന്ന വർഷമാണ്. കുറച്ച് ദിവസങ്ങളിൽ ഇവർക്ക് വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് മാറ്റം വരുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ നല്ലതാണ്. എങ്കിൽ തന്നെ ചില ദിവസങ്ങളിലൊക്കെ ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിഹാരമാണ് ഞാനിവിടെ പറയുന്നത്. അശ്വതിക്കാർ ചെയ്യേണ്ട കാര്യം, ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാണുകയും പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ജപിക്കുകയും അഭിഷേകം നടത്തുകയും കൂവളത്തിൻ്റെ മാല കൊടുക്കുകയും പുറകിൽ വിളക്ക് കത്തിക്കാൻ നെയ്യ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളും ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. പിന്നീട് ഇവർക്ക് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ മാറുവാനും വളരെ ഒരു നല്ല വർഷമായിട്ടാണ് കാണുന്നത്. ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹം ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി ശനിയെ പ്രീതിപ്പെടുത്തുക, നമസ്കരിക്കുക, പ്രദക്ഷിണം വയ്ക്കുക, മന്ത്രങ്ങൾ ചൊല്ലുക. ശനിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. കണ്ണ്, കാല് ചതയുക, കൈ ചതയുക, ക്ഷതങ്ങളുണ്ടാവുക, ഇതൊക്കെ മാറുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു വർഷമാണ് 2025. ബുധനാഴ്ച ദിവസങ്ങളിൽ സരസ്വതി ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും സരസ്വതി മന്ത്രം ജപിക്കുകയും അർച്ചന നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളൊക്കെ മാറുകയും വളരെ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യുന്നതാണ്. പഠിച്ചതിന് ശേഷം ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്തുകയും സഹസ്രനാമാർച്ചന ചെയ്യുകയും നാമം ചൊല്ലുകയും ചെയ്താൽ തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. ജോലി കിട്ടുകയും വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. പുതിയ വീട് വയ്ക്കുവാനും വാഹനം വാങ്ങുവാനും വിവാഹം നടക്കുവാനും പുതിയ കച്ചവടങ്ങൾ ചെയ്യുവാനൊക്കെ പറ്റിയൊരു വർഷം കൂടിയാണ് 2025.